വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സദ്യ റെസിപ്പിയുടെ നാലാമത്തെ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കുമ്പളങ്ങ പച്ചടി. അപ്പോൾ എളുപ്പത്തിലും സ്വാദിഷ്ടവുമായ കുമ്പളങ്ങ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്, ആഷ് ഗാർഡ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. പിന്നെ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ അരമുറി, ഏകദേശം 1 കപ്പ് വരും. പിന്നെ കുറച്ച് കടുക്, പിന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. പിന്നെ ചാലിക്കുന്നതിന് വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാം. അപ്പം ഞാൻ പച്ചടി ഒരു ചട്ടിയിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ഇതുപോലുള്ളൊരു ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി തന്നെ വെക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പച്ചടിയുടെ കുമ്പളങ്ങയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒരു ചട്ടിയിലോട്ട് ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഈ വെള്ളത്തിൽ തന്നെ ഈ പച്ചടി വെന്തോളും. കാരണം ഇതിനകത്ത് കുമ്പളങ്ങ വേവുമ്പോൾ അതിനകത്ത് ഓൾറെഡി കുറേ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം എടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് മുങ്ങാനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കണ്ടാവും. വെള്ളം വളരെ കുറവാണ്, അത്രയും വെള്ളം മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇതൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മാത്രം മതി. ഇത് നന്നായിട്ട് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് തണിഞ്ഞിട്ട് മാത്രമേ, നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ തേങ്ങയും തൈരും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരയണം പച്ചടിക്ക്. ഞാൻ പച്ചമുളക് ഓൾറെഡി ചേർത്തതുകൊണ്ട് ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി 5 നല്ല എരിവുള്ള പച്ചമുളക് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മുതിഞ്ഞിട്ടാകുമ്പോൾ ഈ കടുക് ഇട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. കടുക് ഒരുപാട് അരിയരുത്, അപ്പോൾ പച്ചടി കഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കാം. ഈ കടുക് ഒന്ന് ക്രഷ് ആവും മാത്രം. ഇത് ഏകദേശം 10 മിനിറ്റായി. ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുമ്പളങ്ങയിൽ ഒട്ടും വെള്ളമില്ല, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുവാണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പം, ഇതിൻ്റെ ചൂടാറിയിട്ടാകുമ്പോൾ നമുക്ക് ആ തേങ്ങയും തൈരും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചടി നേരത്തെ ഞാൻ തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയുടെയും മറ്റേ പച്ചമുളകിൻ്റെ ഒക്കെ കൂടെ ഒരു ലൈറ്റ് പച്ച കളറായിപ്പോൾ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തേങ്ങയും കടുകും കൂടെ അരച്ചതാണ്, അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിനകത്തോട്ട് ആ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളി ഉണ്ട്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പുളി നല്ലോണം വരും ഇതിനകത്ത്. ഇത് ഇത്രയും പുളി ഞാൻ കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ തൈര് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. മിക്സിയിലിട്ട് അരക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് കടുക് ചാലിക്കുകയാണ്. ഇതിന് ഞാൻ പ്രത്യേകം ഒന്നുകൂടെ പറയാണ്, ഇത് ഞാൻ തണുക്കാൻ വെച്ചതാണ്. ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. ചൂട് വേണ്ട ഇതിനകത്തോട്ട്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പച്ചടി ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കടുകും തേങ്ങയും കൂടെ ചാലിച്ചൊഴിക്കുന്നു. കടുക് ചാലിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്.
കുറച്ച് കറിവേപ്പില. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരുപാട് തേങ്ങ നമ്മൾ ചാലിക്കുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ബട്ട് കുറച്ച് തേങ്ങ ഇട്ടാൽ അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. പച്ചടിക്ക് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സദ്യ പച്ചടി ഇവിടെ റെഡിയായി. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലോണം പുളിയാവും കേട്ടോ. ഇപ്പം അത്യാവശ്യം പുളിയുണ്ട്. കുറച്ച് വരെ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റും കൂടും, കുറച്ച് പുളിയും കൂടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ സദ്യ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.